ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാള കോട്ടമുറിയിലാണ് കേട്ടോ. മാള കോട്ടമുറിയിൽ നമുക്ക് മെയിൻ ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജായിട്ട് നല്ലൊരു ലക്ഷറി വീട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മെയിൻ ബസ് റൂട്ടാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഓക്കെ, 32 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നിലവിലുള്ളത്. 32 സെൻറ്റ് സ്ഥലം ഏകദേശം ഒരു 8-9 സെൻറ്റോളം ഫ്രണ്ടിൽ മിറ്റായിട്ട് തന്നെയുണ്ട്. കണ്ടില്ലേ, മെയിൻ ബസ് റൂട്ടാണ്. ഫ്രണ്ടിൽ നല്ലൊരു അത്തിമരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ലക്ഷറി ആഡംബര വീടാണ്. $5500 സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് കേട്ടോ. 5500 സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ട്. നല്ല ഗാർഡനൊക്കെ ഉണ്ട്. കണ്ടില്ലേ, 5-6 കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കയറി വരുന്ന സിറ്റ് ഔട്ട് ഫുള്ള് തേക്കിൻ്റെ പാനലിങ്ങാണ് കേട്ടോ കൊടുത്തേക്കണേ. തേക്കിൻ്റെ പാനലിങ്ങാണ് കൊടുത്തേക്കണേ. ഒരു കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ച് കയറി വരുന്ന ലിവിങ് റൂമാണ് കേട്ടോ. ലിവിങ് റൂമിൻ്റെ സീലിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ ഹാളിലേക്ക് കിടക്കുന്നു കേട്ടോ. ഇത് ഹാള് നല്ല വലിപ്പമുള്ള ഹാള് തന്നെയാണ്. ഫുൾ ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ബെഡ്റൂംസ് ഉണ്ട്. നേരെ മുകളിലേക്ക് സ്റ്റെയർ പോകണം. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു ബെഡ്റൂമുണ്ട്. ബെഡ്റൂമൊക്കെ ഇത്തിരി തുണികളൊക്കെ അലങ്കോലമായിട്ട് കിടക്കണം. അത് കാരണം കൂടുതലായിട്ട് കാണിക്കണില്ല. എന്നാലും സീലിംഗ് കണ്ടില്ലേ, നല്ല നീറ്റായിട്ട്. ഇവിടുന്ന് ഒരു സൈഡ് ഫുള്ള് കബോർഡ് വർക്കാണ്. അതായത് കബോർഡാണ്. അതിൻ്റെ കബോർഡിൻ്റെ ക്ലോസ് ചെയ്തിട്ട് അറിയില്ല നമുക്ക് ഇൻസൈഡ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ഉള്ളിലേക്ക് തുറന്ന് വാഷ്റൂമിലേക്ക് കിടക്കണം. വേണ്ട വാഷ്റൂം, ഇവിടെ ഡ്രസ്സിങ് റൂം. നമുക്കൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ബിൽഡിങ്ങിനുള്ളൂ കേട്ടോ. നമുക്കൊന്ന് പെയിൻറ്റിങ് ചെയ്യണം, അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. വീണ്ടും നമ്മൾ ഹാളിൽ നിന്ന് പുറത്ത് കിടന്നു. ഈ ഹാളിലേക്ക് നമുക്ക് വേറൊരു എൻട്രൻസും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കാർ പോർച്ചിൽ നിന്നൊരു ഡോറും കൂടി ഉണ്ട്. ഇത് നമ്മുടെ സൈഡ് കാർ പോർച്ചാണ്, അവിടെ നിന്നുള്ള എൻട്രൻസ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടുന്ന് ബെഡ്റൂം. ഈ ബെഡ്റൂമിനും ഇതുപോലെ തന്നെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കബോർഡ് വർക്ക് തുറക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിലത്തെ വാഷ്റൂമിലേക്ക് കിടക്കണം. കബോർഡ് തുറക്കുമ്പോൾ കേട്ടോ, ഈ നമുക്ക് മനസ്സിലാവില്ല, അതുപോലെയുള്ള ഫിറ്റിങ്സാണ് ചെയ്തേക്കണേ. ഓക്കെ, ഇനി കിച്ചണിലേക്ക് പോവാം. ഇത് കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. ഫുള്ള് വുഡിൻ്റെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തേക്കണേ. ഇത് മറ്റേ ചിമ്മിണി സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് കിച്ചൺ. ഇതിൻ്റെ ഇപ്പുറത്തൊരു സ്റ്റോർ റൂമുണ്ട്.
ഓക്കെ, ഇത് കിണറാണ്. കിണർ പകുതിയായിട്ട് സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ ഭംഗിയിലാക്കി നിർത്തിയാതാണ്. അവിടെ ഒരു സർവൻസിനുള്ള ഇത് റൂംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി താഴത്തെ കഴിഞ്ഞു കേട്ടോ. താഴത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും മുകളിലേക്ക് പോകണം. 5500 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയിൽ ഫുൾ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് സ്റ്റെയർ ഉണ്ടല്ലേ, സ്റ്റെയറിൻ്റെ എല്ലാ സ്റ്റെപ്പിലും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ മുകളിലേക്ക് പോകണം. മുകളിലേക്ക് വന്ന അവിടെ ഹാളിൻ്റെ സീലിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബെഡ്റൂമാണ്. ഇതിനും താഴത്തെ പോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിലൊരു ഡ്രസ്സിങ് റൂമുണ്ട്. അവിടുന്ന് ബാത്റൂം, അവിടെ ടബൊക്കെ ഉണ്ട് കേട്ടോ. ടബൊക്കെ ഉണ്ട്. വീണ്ടും ഹാളിലേക്ക് വരുന്ന അപ്സ്റ്റെയർ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഒരു ബാൽക്കണി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് ഹൈപ്പൊക്കെ ചെയ്തോളൂ കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ, ലൈക്കൊക്കെ ചെയ്ത്. വീണ്ടും ഹാളിലേക്ക് ഇവിടെ TV യൂണിറ്റ്. ഇതിൻ്റെ ഇവിടുന്ന് വീണ്ടും അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കണം. ടോട്ടൽ ഇതിന് 4 ബെഡ്റൂംസാണ് ഉള്ളത് കേട്ടോ. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ എൻട്രൻസിൽ നിന്നാണ് മെയിൻ റോഡിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കബോർഡ് വർക്കുകളും സീലിങ്ങും ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാ റൂമുകൾക്കും ഡ്രസ്സിങ് റൂമും അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ടാവും കേട്ടോ. ഇത് ബാൽക്കണി. നമുക്ക് നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വീടിൻ്റെ കാരണം വീട് നടുക്കിലായിട്ടാണ്, പറമ്പിൻ്റെ നടുക്കായിട്ടാണ് വീട് നിൽക്കുന്നത്. കണ്ടില്ലേ, നല്ലൊരു അത്തിമരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ബസ് റൂട്ടാണ്. ഹോളി ഗ്രേസ് സ്കൂള് അതൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. പള്ളി, സ്കൂൾ, അമ്പലം എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും നമുക്കൊന്നും ദൂരേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ 32 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 CR ആണ് കേട്ടോ. 3 CR എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. മെയിൻ ബസ് റൂട്ടിലാണ് ഈ വീടിരിക്കുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വീടെന്ന് പറഞ്ഞാൽ 5500 സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ ഇതൊക്കെ വീട് ഫ്രീ ആണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. 5500 സ്ക്വയർ ഫീറ്റ് പണിയാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. കിണർ കണ്ടില്ലേ, ബാക്കിലേക്കാണ് ഭൂമിയുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ 16 സെൻറ്റും വീട് വേണമെങ്കിൽ അങ്ങനെ തരും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 CR കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു, മിസ്സാക്കണ്ട. ഓക്കെ, താങ്ക് യു.